അരകല്ലിൽ അരച്ച ചമ്മന്തി മുതൽ കുടംപുളിയിട്ട് വറ്റിച്ച ചൂരക്കറി ഉൾപ്പെടെ ഒരു ഭാഗത്ത്, പുട്ടിന്റെ വെറൈറ്റി 8 തരം, കപ്പ മുതൽ ചേന വരെയായി പുഴുക്കുകളുടെ നിര. കൊല്ലം ജില്ലയിലെ കോട്ടാത്തല പണയിൽ UP സ്കൂളിൽ കുട്ടിക്കൂട്ടം ഒരുക്കിയ ഫുഡ് ഫെസ്റ്റിലാണ് കൊതിയൂറും വിഭവങ്ങൾ ശ്രദ്ധേയമായത്. മധുരം കിനിയും ലഡുവും ക്യാരറ്റും ഉൾപ്പെടെ 6 തരം പായസവും തോരനും അവിയലും ഉപ്പിലിട്ടതുമൊക്കെയായി വിഭവങ്ങളുടെ പട്ടിക നീളുന്നു. കോട്ടാത്തല പണയിൽ UP സ്കൂളിൽ കുട്ടിക്കൂട്ടം ഒരുക്കിയ ഫുഡ് ഫെസ്റ്റ് ശ്രദ്ധേയമായി. അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം കുട്ടികൾ തന്നെയാണ് 200-ൽ പരം വിഭവങ്ങൾ തയ്യാറാക്കി എത്തിച്ചത്. സ്കൂളിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ എപ്പോഴും തയ്യാറാക്കാറുണ്ട്. അതുപോലെ തന്നെ 5ാം ക്ലാസ്സിലെ പീരീഡ് ഗ്രാമർ സോഷ്യൽ സയൻസിൽ ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അതും 6ാം ക്ലാസ്സിലെ ഒരു യൂണിറ്റ് 7ാം ക്ലാസ്സിലെ ഇങ്ങനെ SRG കൂടിയപ്പോൾ ഒരു പ്രവർത്തനം തയ്യാറാക്കാൻ പറഞ്ഞ് ഒരു ഭക്ഷ്യമേളയും ഒരു പുഷ്പോത്സവവും കൂടി ചെയ്യാമെന്ന് കരുതി. അതിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളോട് 2 ദിവസമായതേ ഉള്ളൂ, കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു വിട്ടു. നിങ്ങൾ വീട്ടിൽ നിങ്ങൾ തന്നെ തയ്യാറാക്കി തലേ ദിവസം അച്ഛനും അമ്മയോടും ഒക്കെ ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി രാവിലെ ചെയ്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇത്ര വലിയ ഗംഭീരമാക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു കൊച്ചു കുഞ്ഞുങ്ങളാണ്, 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ഞങ്ങൾ UP സ്കൂളിലെ കോട്ടാത്തല UP സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് 300-ൽ പരം വിഭവങ്ങൾ ഉണ്ടാക്കുകയുണ്ടായി. അതിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു വിഭവമാണ് ഇത്. ഇതിൻ്റെ പേര് കുമ്പളപ്പം. ഗോതമ്പ് മാവ്, ശർക്കര ചീവിയതും തേങ്ങയുമാണ് ഇതിനാവശ്യമുള്ളത്. ശർക്കര ചീവിയതിലേക്ക് തേങ്ങ കൊത്തിയിട്ട് അതിലേക്ക് ഗോതമ്പ് മാവ് വെള്ളം തളിച്ച് കുഴച്ചെടുത്ത് അത് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നു. ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യമുള്ളതാണ്. വീട്ടിൽ ഞാൻ ഈ കോവയ്ക്ക വെഴുക്കുവരട്ടിയൊക്കെ വെക്കും. പിന്നെ ദോശ ചുടും, പിന്നെ ചമ്മന്തി അരിക്കും. അങ്ങനെ കൊച്ചു കൊച്ചു പണികളൊക്കെ ചെയ്യും. അഞ്ജന 6ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് സ്കൂളിന്റെ ഭാഗമായുള്ള ഗുരുദേവ കൺവെൻഷൻ സെന്ററിൽ നടത്തിയ ഫുഡ് ഫെസ്റ്റിൽ പങ്കെടുത്തത്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ നൂൺ മീൽ ഓഫീസർ VL ബൈജു ഉദ്ഘാടനം ചെയ്തു. പാഠ്യപ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റിൽ പരിശീലനത്തിനെത്തിയ അധ്യാപകരും പങ്കാളികളായി. പൊതുവിദ്യാലയത്തിന്റെ മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് ഇത്തരം പരിപാടികളിലൂടെ ലക്ഷ്യമിടുന്നത്. കുട്ടികൾക്ക് പുതിയ വിഭവങ്ങൾ പരിചയപ്പെടാനും പരസ്പര സഹകരണം ഉണ്ടാക്കിയെടുക്കുവാനും സാധിച്ചതായി അധ്യാപകരും പറയുന്നു. സമകാലിക മലയാളം, കൊല്ലം.